ബോസ് ചെറിയൊരു പ്രശ്നമുണ്ട് ബോസ്. എന്താ? ഇവിടുത്തെ വാടക കൊടുത്തില്ലെങ്കിൽ കൊള്ളസംഖ്യ നിറക്കി വിടുമെന്ന് ഹൗസ് ഓണർ പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ വാടക കൊടുക്കുന്നത് 200 രൂപ, അതിൽ 150 രൂപ അമ്പലത്തിൽ കാണിക്കുമെഞ്ചിലിട്ടു. അപ്പം ബാക്കി 50 രൂപ അത് പള്ളിയിൽ മെഴുതിരി കത്തി. എന്തിന്? നമുക്ക് നമ്മളെ ദൈവം രക്ഷിക്കാൻ, നമുക്കൊന്നും സംഭവിക്കാതിരിക്കാൻ. ആ പ്രാന്ത ആദ്യം വാടകക്കാരനെ രക്ഷപ്പെടാൻ നോക്ക്. പേടിക്കണ്ട, എന്റെ ഓണത്തിന് പൊട്ടിക്കാൻ പറ്റിയ കായ് കൊടുക്കേണ്ട, അത് പൊട്ടിച്ച് അതിന് പൈസ എടുക്കാം. അതെടുക്കാൻ പറ്റില്ല. എന്താ? അതല്ലേ മെനിങ്ങാന്ന് പൊട്ടിച്ച് ദോശ ഓംപ്ലേറ്റ് കഴിച്ചത്. ഈശ്വര, ഓംപ്ലേറ്റ് തിന്നണ്ടായിരുന്നു. 2 കുരു മൂക്കിൽ വന്ന് രാവിലെ ആയപ്പോ. സാരമില്ല, നമ്മൾ 4 പേരെ തട്ടിക്കൊണ്ടുവന്നു. അതെ, പറയൂ. അല്ല, നമ്മൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നെ? ഞങ്ങൾ പറയാം, ചോദ്യമല്ല, ഉത്തരങ്ങൾ മാത്രം. ഞങ്ങൾ ചോദിക്കും, അതിന്റെ ഉത്തരം മാത്രം പറയുക. ആരാ? എന്താ പേര്? ദാസൻ. ഞാൻ വിജയൻ. അത് കള്ളപ്പേരാ. അത് കള്ളപ്പേരാണല്ലോ. പിന്നെ നിങ്ങളടുത്ത് ഞങ്ങളുടെ ഒറിജിനൽ പേര് പറയാം. ചോടയുണ്ട പറ. മനസ്സില്ല, ഇച്ചിരി ചോള കുറവാണ്, പറയാൻ മനസ്സില്ല. മൃദുലൻ. ഈ കുട്ടി എവിടെ നിന്ന് കിട്ടി? ഈ കുട്ടി എവിടെ നിന്ന്? ഈ കുട്ടിയെ കിട്ടിയത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലത്ത് നിന്നാണ്. എവിടെ നിന്നാണ്? ബുദ്ധി കൂട്ടാനുള്ള ഗുളിക വാങ്ങാൻ മെഡിക്കൽ സ്റ്റോർ ചെയ്തു. ഞാൻ പറഞ്ഞത് ഇവിടെ എന്റെ അടുത്തൊരു ലേഹ്യമുണ്ട്, ഒരുപാട് ബുദ്ധി ഉണ്ടാവുന്നത് വിളിച്ചോണ്ടെങ്കിൽ അത് ചുമ്മാ വന്നു. ആണല്ലേ? അതെ. അതാരാ? ഈ കുട്ടി എവിടെ നിന്ന് കിട്ടി? അത് രഘുറാമിന്റെ വീട്ടിൽ നിന്ന്. രഘുറാം? ഏതോ അധോലോക നായകനായിരിക്കും അല്ലേ രഘുറാം? അല്ല, ഇടപ്പള്ളിയിൽ ഒരു വൈദ്യന്റെ പേരാണ് രഘുറാം. അവിടെ തൈലമാകാൻ വന്നതാ. ഞാൻ വിളിച്ചോണ്ടിക്ക് പോന്നു. എടുക്കൻ. ഇത് പിന്നെ ഈസിയോ? ഈസി ആയിട്ട് പൊക്കി. എങ്ങനെ പൊക്കി? ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞ് മാവേലി സ്റ്റോറിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടിയെ ഈസി ആയിട്ട് പൊക്കി. എന്നിട്ട് മാവേലി സ്റ്റോറിലിരിക്കുന്ന ആളോട് ചോദിച്ചു, ഇവിടെ ത്രെഡിങ് ഉണ്ടോ? അയാൾ പറഞ്ഞു മൈദേ ഉള്ളു, അതൊക്കെ ഓണത്തിന്. ചേട്ടാ, മാസ്ക് കൊണ്ടിട്ട് എന്റെ മൂക്ക് ചൊറിയുന്നു. ഞാനൊന്ന് ചൊറിഞ്ഞു കൊടുക്കട്ടെ. ഇതെങ്ങനെ കിട്ടി ബോസേ? ഇത് കുളിക്കടവിൽ നിന്ന് കിട്ടി. കുളിക്കടവിലോ? ഓ, അപ്പൊ കുളിസീ പിടിക്കാൻ പോയതായിരിക്കും അല്ലേ? ഞാൻ ഒതുങ്ങി വന്ന, പക്ഷെ ഒതുങ്ങിയല്ല, പതുങ്ങി വന്നപ്പോൾ ഷൂട്ടിങ്ങും കഴിഞ്ഞ് ആ തോട്ടിന്റെ കരയിൽ പാറക്കൽ ഉരച്ച് മേക്കപ്പ് ആയിരുന്നു കുട്ടിയെ കയ്യോടെ. ഞാനെന്താ ടാറാണോ മോത്തിട്ടത് പാറക്കല്ലിട്ട് ഒരയ്ക്കാൻ? പിന്നും പോകുമല്ലേ, ഇതൊക്കെ എങ്ങനെ പോകും? പിന്നെ നമുക്ക് ആദ്യം ഇവരുടെയൊക്കെ വീട്ടിൽ വിളിച്ച് പറയണ്ടേ? പൈസ ചോദിക്കും. എന്നിട്ട് ഇവരിന്ന് പൈസ ചോദിക്കണ്ടേ? കോടികൾ കൊണ്ട് രക്ഷപ്പെടുന്നു. ആദ്യം ഇവരോട് ഇവരുടെ ഭർത്താക്കന്മാർക്ക് ഇവരോടുള്ള ഇഷ്ടം, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മാത്രമേ അതിന്റെ ആ വീക്ക്നെസ് പിടിച്ച് നമുക്ക് പൈസ വാങ്ങാം. ഈ കുട്ടിയോട് കിട്ടി. ശ്രീവിദ്യ, താങ്കളുടെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ജവാൻ വെള്ളം ഒഴിക്കാതിരിക്കണം, അതാണ്. ഞാൻ വീട്ടിലില്ലാതിരിക്കുക. അപ്പൊ വലിച്ചു പിന്നെ ഇതിനെന്തിനു ഇവിടെ എടുത്തോണ്ടോ? അല്ല, പക്ഷെ എന്നെ തട്ടിക്കൊണ്ട് വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആവും, ഭയങ്കര കരച്ചിലാവും, ഭയങ്കര ബഹളം. 10 മിനിറ്റ് അത് കഴിഞ്ഞാൽ ചിരിക്കും. ഇല്ലല്ലോ. ഭർത്താവിനെ വിളിച്ചു നോക്കിയാൽ? വിളിച്ചു നോക്കാം. അവളുടെ ഭർത്താവിന്റെ പേര് രാഹുൽ. നമ്പർ എത്രടാ? നമ്പരാ ഇമ്മാർക്കെല്ലാം ഒരേ നമ്പർ. ഹലോ, രാഹുലല്ലേ? ഇപ്പൊ ബാത്റൂമിൽ ഇരിക്കണേ അണ്ണ. ഈ രാഹുലാ? നിങ്ങളെ ഭാര്യയല്ലേ ശ്രീവിദ്യ? ഞങ്ങള് തട്ടിക്കൊണ്ട് വന്നു. പിന്നെ ഹലോ, അതെ, സംഭവം എന്ന് പറഞ്ഞാൽ അവസാനം എന്തായാലും ഞങ്ങളെ പിടിക്കുമല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾ കേസ് കൊടുക്കുമല്ലോ. അപ്പൊ പിന്നെ പ്രതി സ്ത്രീമർദ്ദനം കൂടെ ആയി പിന്നെ തീർന്നു. അതുകൊണ്ട് നിങ്ങള് ഉള്ള ചില്ലറ വല്ലതും ഉണ്ടെങ്കിൽ വിട്ടുകയറാ. ഇതിനാ ഇപ്പോൾ വിളിച്ച നമ്പർ പരിധിക്ക് പുറത്താണ്. ഹലോ, അവൻ പോയാട്ടാ. അല്ല, ഇത് ചില്ലറ കേസാണ്. ചില്ലറ കേസല്ല, ഇതിനെ പിന്നെ പറഞ്ഞു വിട്ടാലും പോകൂലല്ലേ. ഇനി ഇതിനും കൂടെ ചെലവ് കൊടുക്കണ്ടോ നമ്മള്? കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഒരു 3 പൂച്ച ചാക്കി കെട്ടി കളയാൻ വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അതിനെയും കൂടെ ഞാൻ കളഞ്ഞോളാം. അല്ലേ, ആ പൂച്ചാരെ കൂടെ അതും തിരിച്ചു വരൂടാ. അല്ലല്ലേ? മെയിൻ ആളിനെ പിടി. ഇതാ ആ സിൽക്ക് ഉടുപ്പിട്ടോടെ ചാച്ചിയ. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേരെന്താണ്? ശ്രീവത്സൻ മേനൻ. ശ്രീ വേണ്ട, അത് കല്യാണ ലെറ്റർ ഇടാം. വത്സൻ മേനൻ. അത് വത്സൻ വേണ്ട, മൂപ്പർക്ക് ഇഷ്ടല്ല അങ്ങനെ വിളിച്ച. ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്തിന്? അല്ല, ഞങ്ങൾക്ക് ഇത്തിരി പൈസ ആവശ്യമുണ്ട്. പൈസ തന്നാ നിങ്ങളെ വിടാം. അത് കിട്ടൂല, മൂപ്പര് പിച്ചക്കാരന്. അല്ല, സോറി, പിശുക്കനാ. സോറി, അല്ല, എന്നാലും ഇവിടെ ചോദിക്കാം. ചുമ്മാ ഒരു പൊടി തട്ടിക്കളഞ്ഞ കാരണം ഇതിന്റെ വിഷയം ഉണ്ടാക്കി വെക്കല്ലേ? എന്നെ തട്ടിയിടാൻ ശ്രമിക്കുന്നോടാ വേട്ടവളിയാ. ഹലോ. ഒരേ നമ്പർ. ശ്രീവത്സണ്ണോ, ഒരു സന്തോഷ വാർത്ത പറയാനാണ് വിളിച്ച. ചേച്ചിയെ ഞങ്ങളങ്ങ് തൂക്കി. അതെ, കൂട്ടിക്കൊണ്ട് വന്നെന്നല്ല, തട്ടിക്കൊണ്ട് വന്നെന്നാണ് പറഞ്ഞത്.
ഗുഡ് ജോബ്. അയ്യേ നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ വല്ലതും തന്നാ വേണം, അതുകൊണ്ട് അടച്ചിട്ട് ഇവരെ വെറുതെ വിടാൻ. എനിക്ക് തന്നെ ഒരു ഫോണിലാണ് കേട്ടോ അക്കൗണ്ട്. അപ്പം ശ്വേതയുടെ കൈയാണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ്, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ശ്വേതയെ തിരിച്ചുണ്ടാക്കി തന്നുവിടാം. അണ്ണാ ശരി അണ്ണാ, ശ്രീവത്സ അണ്ണ, ഓക്കെ അണ്ണ. അമ്മയും ഒതുങ്ങില്ല. അതെ ചേച്ചിയുടെ ഫിംഗർ പ്രിന്റ് അതടിച്ചാലേ ഫോൺ തുറക്കോളെങ്കിൽ എന്താണ് വരില്ല, വിരലാണോ തരൂല, ചേച്ചി? ഈ ഒരു വിരൽ തന്നു വിട്ടാ പോയി ഫിംഗർ പ്രിന്റ് എടുത്തിട്ട് തിരിച്ചോണ്ട് തരൂല. കൊള്ള സംഖ്യത്ത് വരുമ്പോ പൊട്ടിക്കരയുള്ളത് ആയിരുന്നു ഉറങ്ങുന്ന. ഹലോ പോണ്ടേ വീട്ടില്. ഇത് ഓൺലൈൻ ഇന്റർവ്യൂവിന് വന്ന കണക്കാണ് ഇരിക്കുന്നത് തോന്നുന്ന. പക്ഷെ ഇത് എന്തെന്നറിയാമോ, കല്യാണം കഴിഞ്ഞല്ലേ ഇതിന്റെ. ഇത് ആരെ വിളിച്ചു ചോദിക്കാൻ? കല്യാണം കഴിഞ്ഞില്ലെന്ന് വെച്ചപ്പോ ഒരു കാര്യം ചെയ്താലോ, ഈ കല്യാണം കഴിയാത്തതുകൊണ്ടേ ഭർത്താവിന് വിളിച്ച് ചോദിക്കാൻ പറ്റില്ല, അടുത്ത ഉദ്ഘാടനത്തിന്റെ ആളിനെ വിളിച്ചാലോ? ആ ആളുടെ അമ്മയായിരിക്കും പറഞ്ഞാ പോരെ. അടുത്ത എവിടെ ഉദ്ഘാടനം? വെങ്ങാനൂര്. ബംഗാനൂര്. വെങ്ങാനൂര്. അവർക്ക് എല്ലാവരുടെയും നമ്പർ പോയി കേട്ടോ. അതൊക്കെ കൊള്ളാം. ഹലോ ഹലോ ഹലോ. പിന്നെ ഇത് നാളെ ഡയാന നിങ്ങളുടെ സ്ഥാപനമാണോ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്? തന്നെ തന്നെ അതെ, എന്താ സ്ഥാപനം? ഇത് ജൗളിക്കട. ജൗളിക്കട. ആ അപ്പോ നാളെ നിങ്ങൾ അവിടെ ജൗളിക്കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഡയാനയ്ക്ക് എത്ര രൂപ കൊടുക്കാൻ വെച്ചിരിക്കുന്നു അത്രയും രൂപ ഞങ്ങൾക്ക് ഇപ്പൊ അക്കൗണ്ടിലേക്ക് കിട്ടില്ലെങ്കിൽ നാളെ ഡയാന ഇവിടെ വരില്ല, ഉദ്ഘാടനം നടക്കില്ല, അവിടെ ആരും ജൗളി ഇടില്ല. അല്ല ഞങ്ങളെ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു, ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാ. എന്ത്? അല്ല എങ്ങനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കണം. കൊച്ചു പറയണൊന്നും നമുക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് സംഭവം. ഇത് അങ്ങോട്ട് പൈസ കൊടുത്ത് ഉദ്ഘാടനത്തിനുള്ള ടീമാണെന്ന് തോന്നുന്നുണ്ട്. തന്നെ അപ്പൊ ഇത് നടക്കൂലേ എങ്ങനെയെങ്കിലും? ഒരു രക്ഷയില്ല. ഇപ്പൊ ഞാൻ പോലും എന്ത് ചെയ്യട്ടെന്ന് പറഞ്ഞോണ്ട് ആലോചിച്ചോണ്ടി. അണ്ണാ ഒരു കാര്യം ചെയ്യ്, ഒരു 100-300 ഉണ്ടെങ്കിൽ അയച്ചു തരി, ഞങ്ങൾ വിടാം. നീ ഇത് വെച്ചിട്ട് പോടെ അവിടെ. അച്ഛണ്ണ ഹലോ, രോഹിത്തിന്റെ നമ്പർ തരണോ? ഞങ്ങൾ വിളി. രോഹിത് ശർമ്മയാണോ പുള്ളിയുടെ ഭർത്താവ്? രോഹിത്തിന്റെ നമ്പർ ഞാൻ തരാം, പക്ഷെ ഇതുവരെ എനിക്ക് വിളിച്ചാൽ പോലും നമ്പർ ബിസിയാണ്. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ വിളിച്ചോ. അപ്പൊ ആ നമ്പർ ബിസി ആയിട്ടിരിക്കുന്ന ആ ആളുടെ നമ്പർ തരും, അപ്പൊ പുള്ളിയെ വിളിക്കാം. 9995117. ഒറിജിനൽ നമ്പറാണോ? നാളെ മുതൽ രോഹിത്തിന് കോളിന്റെ ബഹളമായിരിക്കും. ഹലോ രോഹിത് അല്ലേ? Hey babe, I'm stuck up your babe. എന്താണ് SOS. 2 പേര് വേണം. ബേബി ഹലോ, നിങ്ങളെ സ്റ്റക്കപ്പ് ഇവിടെ ഉണ്ട്. ഹലോ, ഒന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറയാമോ? അതായത് യു ആർ ഇപ്പൊ ഇവിടെ കിടന്ന് അലക്കുന്ന യു ആർ സ്റ്റക്കപ്പ് വിത്ത് ഫ്രോക്ക് സോസ് ഇവിടെ ഉണ്ട്. ഞങ്ങള് വന്നപ്പോ ആറ്റിന്റെ കരയിരുന്ന് മേക്കപ്പ് കഴിവുന്നു. ഞങ്ങൾ വിചാരിച്ചത് എവിടെ നിന്നാ ഈ ഇത്രയും വേനലിൽ വെള്ളം കലങ്ങി വരണം, പിന്നെയാണ് ഞാൻ മേക്കപ്പ് കഴിവ് വെള്ളമാണെന്ന്. അതെ, അവിടുന്ന് തൂക്കിയെടുത്ത് ഞങ്ങളെ കൊള്ള സംഘത്തിൽ ഇരുത്തിയിട്ടുണ്ട്. ഉള്ള ചില്ലറ തന്നാ വിടാം. തട്ടിക്കൊണ്ട് പോയാണോ? അതെ മനസ്സിലായോ? തട്ടിക്കൊണ്ട് കിഡ്നാപ്പ്. യു ആർ ട്രാപ്ഡ്. എന്റെ കരയണ്ട, അല്ലല്ലല്ല. കരയാണ് ബാംഗ്ലൂർ കരയാണ്, ഇഷ്ടം പോലെ പൈസ കിട്ടും. കരയണല്ലേ ചിരിക്കുന്നത്? എങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞത്? എത്ര രൂപ ഇങ്ങോട്ട് വിടല്ലേ? ഇവിടുന്ന് ആരെ വിട്ടാലും ഇതിനെ വിടലാണ്. അവന്റെ സന്തോഷം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൻ ജീവിതം ചിരിക്കണോ, ഒരുത്തരി കരയരുത് ആരും. അപ്പം വീട്ടുകാർക്ക് ആർക്കും വേണ്ട, 2 കൂട്ടർക്കും വേണ്ട. ഇനി ആകെ ഇവരെ കൊണ്ടുള്ള ഉപയോഗം ചില്ലറ പൈസക്ക് ആവശ്യമുള്ളതാ. അനൂജനങ്ങൾ വിറ്റാല നാളെ ഷോകളിലല്ലേ. ഹലോ, അമൃത TV അല്ലേ? അതെ, ഒരു സന്തോഷ വാർത്ത പറയൂ. നിങ്ങളുടെ ചാനലിലെ വണ്ടി വിട്ട് കഴിഞ്ഞാൽ 4 സെലിബ്രിറ്റിയെ ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാം. ആരൊക്കെയാണത്? ശ്രീവിദ്യ മുല്ലശ്ശേരി, ശ്വേത മേനോൻ, ഓക്കെ, ഡയാന ഹമീദ്, ഓക്കെ, എലീന പടിക്കൽ. അവരെ 4 പേരെയും വിട്ടോളൂ. ഈ ഫോൺ ചെയ്യുന്ന 2 പേരും വരണ്ട. ഞങ്ങൾക്ക് കർട്ടൻ വലിക്കാൻ അറിയാം. ഇവിടെ അവിടെ കർട്ടൻ ഇല്ല, LED വേണം തുറക്കാൻ അറിയാം. LED വാൾ ഇവിടെ പെർമനന്റ്ലി അടച്ചിരിക്കുകയാണ്. ആണാ? എങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ ജോജോനെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളെ നിർത്താൻ പറ്റുമോ? ഓക്കെ, അത് ആലോചിക്കാവുന്നതാണ്. അതാലോചിക്കാം. ബാക്കി പരിപാടിയിലേക്ക് കിടന്നാലോ? ബാക്കി പരിപാടിയിലേക്ക് കിടക്കട്ടെ.